സുഹിതേട്ടാ പറ ഞാനൊരു കാര്യം പറയാനാ വന്നേ. എന്താ? സുഹിതേട്ടന് മനസ്സിലായി കാണുമല്ലോ. റാണി പറയാൻ പറ്റുന്ന കാര്യം മനസ്സിലായി. ഞാൻ വീഡിയോ കളയൂല. സുഹിതേട്ടാ അങ്ങനെ പറയല്ലേ സുഹിതേട്ടാ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം പ്ലീസ് സുഹിതേട്ടാ. റാണിയുടെ അമ്മയൊക്കെയാണ് ശരി, പക്ഷെ ഒരു മെമ്പർ എന്ന രീതിയിൽ ഒരാളിനെ എങ്ങനെ ബോഡി ഷെയ്മ് ചെയ്യുന്നത് വളരെ മോശം. എന്നെ എന്തൊക്കെയാ പറഞ്ഞറിയോ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്റെ അമ്മയല്ലേ, അമ്മയ്ക്ക് അറിയത്തില്ല. മെമ്പറൊക്കെയാണ് സമ്മതിച്ചു, പക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ല സുഹിതേട്ടാ പ്ലീസ്. അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. എന്നെ എന്തോ പറഞ്ഞെന്നറിയാം റാണിക്ക്. എന്നെ പറയുക എന്റെ മോന്ത കാണാൻ പാണ്ടിലോറി കയറിയ തവളയെ പോലെയാ. അത് എനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റില്ല റാണി. എനിക്ക് റാണിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ തിരിഞ്ഞ് സംസാരിക്കുന്നത്. പൊന്നു സൂചിച്ചേട്ടാ എന്നെ ഒന്ന് നോക്ക്. ഞാൻ റിയലി സോറി. അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയുന്നത്. ആർക്ക് വേണ്ടി വേണ്ട അങ്ങനെ പറയല്ലേ. ഇപ്പൊ ഇലക്ഷനാ, ഈ ഒരു സമയത്ത് ഈ വീഡിയോ ഇങ്ങനെയുള്ള ആൾക്കാർ തോൽക്കാൻ നല്ലത്. കാണുന്ന ആൾക്കാരൊക്കെ ബോഡി ഷെയ്മ് നടക്കുന്ന ആൾക്കാരൊക്കെ തോൽക്കാൻ. ചേട്ടൻ ചെറുപ്പം തൊട്ട് എന്നെ കാണുന്നതല്ലേ, എന്റെ അമ്മേനെ കാണുന്നതല്ലേ, അറിയുന്നതല്ലേ എന്റെ അമ്മ. ആ അമ്മയ്ക്ക് എന്നെ അറിയാലോ, എന്നിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് പെട്ടെന്ന് എന്ന് അങ്ങനെ പറഞ്ഞപ്പോ അമ്മ റിയാക്ട് ചെയ്തതാ. എന്തൊക്കെ പറഞ്ഞാലും ഇല്ല റാണി, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റൂല. ചേട്ടാ പ്ലീസ് ചേട്ടാ, നമുക്ക് ഇത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ ഈ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യേ പ്ലീസ് ചേട്ടാ, പ്ലീസ്. സുധിരൻ പറയുന്നത് എന്ത് വേണമെന്ന് ഞാൻ ചെയ്തുതരാം. അമ്മയും കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കാം പ്ലീസ്. ഇപ്പൊ തൽക്കാലം ഞാൻ റിയലി സോറി. റാണി എന്തൊക്കെ പറഞ്ഞാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ കാണരുത്. എനിക്ക് അത്രേ പറയുള്ളൂ. ശരി ചേട്ടാ. ഓ ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ പിന്നെ ഞാൻ നിനക്ക് വാട്സപ്പിൽ ഒരു ഇൻസ്റ്റാഗ്രാം ID അയച്ചിട്ടുണ്ട്, ഒരു ലിങ്ക്, ഒരു വീഡിയോയുടെ ഒരു ലിങ്ക്. നീ ആ ലിങ്കിലൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ടേ അത് മാക്സിമം റിപ്പോർട്ട് അടിച്ച് അത് റീച്ച് കയറരുത്. അതിപ്പോൾ റീച്ച് കയറിക്കൊണ്ടിരിക്കും, ഓൾറെഡി ലേറ്റായി റീച്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ അത് മാക്സിമം അത് റീച്ച് കയറാതിരിക്കാൻ വേണ്ടി എന്ത് മാർഗ്ഗമാണെന്ന് വെച്ചാൽ അതൊന്ന് ചെയ്യണേ. ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയും. നീ എന്തായാലും അതൊന്ന് ചെയ്യ്. ഞാൻ ഇന്ന് വൈകിട്ട് കാണാം നിന്നെ. ഓക്കെ ശരി. ആ ദാസേട്ടാ സംഭവമൊക്കെ അറിഞ്ഞോ? എന്നിട്ട് എന്തിനാ ഇനി ചിരിക്കണേ? എന്താ അറിഞ്ഞേ? വീഡിയോ വൈറലായതല്ലേ, അതിനാണോ ഈ ചിരിക്കണേ? സത്യല്ലേ? അമ്മ പറഞ്ഞ സത്യല്ലേ? എനിക്കങ്ങോട്ട് ബോധിച്ച് അവരിട്ട് രണ്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ദുഷ്ടനാ ദാസേട്ടാ നിങ്ങള്. അമ്മ പറഞ്ഞപ്പോ എന്താ തെറ്റ്? അവന്റെ മോന്തിരിക്കണല്ലേ ഈ പറഞ്ഞ പോലെ പണ്ടില്ല ഒരു പോലെയല്ലേ. ഇപ്പൊ ദാസേട്ടന്റെ മോന്ത അങ്ങനാന്ന് പറഞ്ഞാലോ, ഈ നമ്പച്ചിനെ പോലെ ദാസേട്ടൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലോ. ഇപ്പൊ മാറിയില്ലയോ? അത് തന്നെ സുജിത്തിന്റെ അവസ്ഥ. സുജിത്ത് ഒന്നും ഇല്ലെങ്കിൽ ഒരു മനുഷ്യനല്ലേ, അപ്പൊ എനിക്കിതൊന്നും അല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നം. ആ വീഡിയോ ഇപ്പൊ അത്യാവശ്യം വ്യൂസ് കയറുന്നുണ്ട്, അത് പ്രശ്നം. അമ്മയുടെ കരിയറിനെ അത് ബാധിക്കത്തില്ലേ? ഇലക്ഷനാ വരുന്നേ. അതിനിപ്പോ എന്ത് ചെയ്യും? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, സുജിത്തിനോട് പറഞ്ഞ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ദാസേട്ടൻ ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞ അവൻ കേൾക്കുന്നില്ല. കാര്യം ഞങ്ങൾ ഒരു പാർട്ടിയിലൊക്കെയാണ്, പക്ഷേ ഈ കാര്യത്തിൽ അവൻ. നമ്മളൊക്കെ പണ്ടോട്ട് അറിയുന്ന ആൾക്കാരല്ലേ, അപ്പം ദാസേട്ടൻ പറഞ്ഞ കേൾക്കും. എന്നാ ഞാൻ വേണമെങ്കിൽ ഒന്നും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പൊന്നുമില്ല, പറഞ്ഞു നോക്കാം. കഴിവിന്റെ പരമാവധി ഞാൻ നോക്കാം. ഉറപ്പാണേ? ഉറപ്പ് എന്നെ വിശ്വസിക്കും. എന്ത് ചെയ്യാം? അതെന്തി പറഞ്ഞ കേൾക്കും. ഞാനല്ലേ പിരികേറ്റി വിട്ടത്, ഞാൻ തന്നെ എന്ത് പറയണല്ലോ. എന്ത് ചെയ്യുന്നേ? എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈശ്വരാ എന്തും വരട്ടെ, കൊച്ചപ്പനെ ഫോൺ വിളിക്കാം. എന്ത് ചെറുക്കൻ എടുക്കാത്തത്? ഇവിടെ പോയി കിടക്കുന്നു. എടാ കൊച്ചാപ്പി, എടാ ഒരു അബദ്ധം പറ്റിയടാ. ഞാൻ ആ ചെറുക്കനില്ലേടാ. ഓ എന്റെ കെട്ടിയവന്റെ വാല്, ആ പേക്രാണ്ടി ചെറുക്കനെ ഞാൻ 1-2 വർത്താനം പറഞ്ഞു. അവനെ നമ്മുടെ റാണി മോളെ കല്യാണം ആലോചിച്ച് വന്നിരിക്കുന്നു. എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ വായി തോന്നിയതൊക്കെ പറഞ്ഞു. കഷ്ടകാലത്തിന് ആ ചെറുക്കൻ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിരിക്കുക. ഇപ്പൊ എന്നെ ആൾക്കാർ പൂര ചീത്ത അതിന്റെ താഴെ വന്ന് കമന്റ് ആയിട്ട്. എടാ എന്ത് ചെയ്യൂടാ കൊച്ചാപ്പി? മാപ്പ് തന്നെ പറയണോ അല്ലേ? ഓ അതായിരുന്നെങ്കിൽ എളുപ്പം പറയായിരുന്നു. പറയണമല്ലേ? ഒന്നാ ശരി. എന്റെ ഒരു ഗതികേട്, അവനോടൊക്കെ മാപ്പ് പറയേണ്ടി വരുന്നല്ലോ ഈശ്വരോ. എന്നാ പോയി പറയാം, അല്ല വേറെ ഒന്നും മാർഗമില്ലല്ലോ. ഓ ഇവിടെ വിടുന്നു, ഞാൻ പറഞ്ഞോളാം.
അയ്യേ ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഒരു 1 മില്യൺ കയറുന്ന വീട്. മോന് സുജിത്ത്, മോനെ ഈ ദേവകി മെമ്പർക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി. എനിക്കൊന്നും കേൾക്കണ്ട. മോനതങ്ങ് ക്ഷമിക്കടാ. ഒന്നുമില്ലേലും ഞാനൊരു അമ്മയുടെ സ്ഥാനത്തുള്ള ആളല്ലേ. മെമ്പർ ഒരു മെമ്പറാണോ മെമ്പറായ? അതിപ്പോ ആ സ്ഥാനത്ത് ആരായാലും അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അതേ ഞാനും ചെയ്തുള്ളൂ. എന്നെ പാണ്ടിലോറി കയറിയ തവളനെ പോലെ പറഞ്ഞതാ. നീ വേണേ എന്നെ 2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. സേമിയ പായസത്തിലെ കറുത്ത മുന്തിരിയാന്ന് പറഞ്ഞു, ലഡുവിന്റെ പുറത്തെ മുന്തിരിയാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് വേണേലും എന്നെ പറഞ്ഞു. ലഡുവിന്റെ പുറത്തെ മുന്തിരിയല്ല, മെമ്പറായി പോയി. പാർട്ടിക്കാരെ തല്ലുകൊള്ളാൻ വയ്യ. എടാ മോനെ, ഞാനേ എൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇതുപോലൊരു കല്യാണാലോചന വരുമ്പോൾ അങ്ങനെയൊക്കെ പറയുള്ളൂ. അതുകൊണ്ട് ആ സ്ഥാനത്ത് ഞാനും അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അന്നേരത്തെ വിഷമത്തിനോ ദേഷ്യത്തിനോ ഒക്കെ സംഭവിച്ചു പോയതാണെന്ന് കൂട്ടിക്കോ. പറ്റൂല, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. പൊന്നു മോനല്ലേ, അതൊന്നും ഡിലീറ്റ് ചെയ്യ്, അല്ലെ എൻ്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകും. പിന്നെ ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇങ്ങനെയുള്ള ഒരു ആശയത്തിൽ വരണ്ട മെമ്പർ. എന്നാ ഞാനിനി വേറൊരു കാര്യം പറയട്ടെ. എന്താ? റാണിമോൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതക്കുറവൊന്നും ഇല്ല. എന്താ മെമ്പറ? അല്ല, റാണിമോൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ കല്യാണം നടത്താൻ എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ലാന്ന്. റാണി സമ്മതിച്ച മെമ്പർ ഓക്കെ ആണോ? പിന്നെ എനിക്കെന്താ കുഴപ്പം? അവളും ഓക്കെ ആണെങ്കിൽ പിന്നെ ഞാനും ഓക്കെ ആണല്ലോ. റാണിക്ക് ഇഷ്ടക്കേടൊന്നും കുറവില്ല. അങ്ങനെ വരാൻ വഴിയില്ല. ഇഷ്ടമായിരിക്കും. ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ആദ്യമായിട്ടൊരു 1 മില്യൺ അടിച്ചതാ. അത് സാരമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് 2 മില്യൺ ആക്കാൻ നോക്കാം. ഇതിപ്പോ ഒന്ന് ഡിലീറ്റ് ചെയ്യടാ. ഇലക്ഷൻ അടുത്ത് വരുക, എന്റെ രാഷ്ട്രീയ ഭാവി പോകും. വാക്ക് മാറിയ റാണിയും പോവും, എന്റെ മില്യനും പോവും. ഞാൻ എന്തായാലും വാക്ക് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാ കളയാ. കളഞ്ഞു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. മോനോ ഓക്കെ ആണല്ലോ? ഓ ശരി ശരി. ആ വീഡിയോ ഡിലീറ്റ് ആയത് എന്തായാലും നന്നായി. ഇല്ല, ഞാൻ എന്തോ ചെയ്തേനെ. എന്ത് കഷ്ടകാല സമയത്താണോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. പിന്നെ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ഏതമ്മയും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കത്തുള്ളൂ. അത് കണ്ടാലും എന്നെ ആരും കുറ്റമൊന്നും പറയത്തില്ല. അതുപോലത്തെ ഓഞ്ഞിറക്കാൻ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഏതായാലും ഇതൊക്കെ സമാധാനമായിട്ട് പര്യവസാനിച്ചു. അടുത്തത് വന്നല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. എന്തായാലും അവൻ ചെയ്തത് വളരെ കഷ്ടമായി പോയി. നിന്റെ കൂട്ടുകക്ഷിയല്ലേ? കൂട്ടുകക്ഷിയൊക്കെ തന്നെ. കാര്യം ഞങ്ങളൊരു പാർട്ടിക്കാരാണ്, മെമ്പറിന് വേണ്ടി കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവന്റെ സ്വഭാവം എനിക്ക് തപ്പിടിച്ചില്ല. ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. എന്നിട്ട് എന്തേ, അവൻ കേട്ടില്ലേ? കേട്ടു. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഡിലീറ്റ് ചെയ്തത്. ഓ, അതിന്റെ ഫലമായിട്ടാണല്ലോ. ഞാൻ അവനൊന്ന് വിളിച്ചു വരുത്തി ഉപദേശിച്ചു, നല്ല രീതിക്ക് ഉപദേശിച്ചു, ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷെ അവൻ അതിൽ ഏറ്റില്ല. പിന്നെ ഇങ്ങോട്ട് ഉപദേശിച്ചു. പിന്നെ മെമ്പറേ, ഈ റാണിമോളിപ്പോ കല്യാണം ഒന്നും കഴിപ്പിക്കുന്നില്ലേ? എന്തേ? അല്ല, നീ കല്യാണം കഴിപ്പിക്കാൻ നടക്കുവാണ്? അല്ല, അവക്ക് സമയമാകുമ്പോ ഞാൻ കെട്ടിക്കാനുള്ള എന്തെങ്കിലും ഏർപ്പാടൊക്കെ ചെയ്തോളാം. എന്നാലും ഇങ്ങനെ റാണിമോൾ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് അത്ര. എന്താ നിനക്കെന്ത്? എന്റെ വീട്ടിലല്ലേ അവള് നിക്കുന്നത്, നിനക്കെന്താ ഇത്ര സൂക്കേട്? അല്ല മെമ്പറേ, ഈ എന്തേ നിന്റെ ഈ വലിയ നല്ല കല്യാണാലോ ഉണ്ടാ? ആരാ? അതായത് ഇനി അടുത്ത ഭരണം പിടിക്കാൻ പോകുന്ന പാർട്ടി ഞങ്ങളുടെയാണല്ലോ. അതിന് ഞങ്ങളുടെ മീൻസ് എന്റെ? ഞങ്ങളുടെ അതെങ്ങനെ? ഞാനല്ലേ ഇലക്ഷൻ നിൽക്കണം, നിന്റെ നേതാവ് ഇലക്ഷൻ ഒന്നും നെക്സ്റ്റ് മനസ്സിലായി. അതില് എന്നെ നിർത്താനാണ് പാർട്ടി വിചാരിക്കുന്നത്. അപ്പോ ഒരു നേതാവ് വീട്ടിലോട്ട് വരുന്നത് നല്ലതായിരിക്കില്ലേ? മനസ്സിലായില്ല. അതായത് റാണീനെ എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആണല്ലേ? എന്തെങ്കിലും പറഞ്ഞ അത് ബോഡി ഷെയ്മിങ് ആവും. ഇനി പറച്ചിലൊന്നുമില്ല, പ്രവർത്തിയേ ഉള്ളൂ. കിട്ടിയോ? മതിയായോ? ഇനി എന്തേലും വേണോ? ബോധ്യപ്പെട്ടോ? എന്നപ്പോ അവൻ റാണിമോളെ കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു.